രാമചന്ദ്രൻ. മറ്റൊരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കോടതി ആവശ്യപ്പെട്ട തെളിവുകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിരുന്നില്ല. ഇതിനിടെ സിഎംആർഎല്ലിന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണം തള്ളി വിജിലൻസ് രംഗത്ത് വന്നിരുന്നു. വി വിനോദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. വിനോദ്, കേസ് എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഒപ്പം കുഴൽനാടന്റെ ആരോപണം നേരത്തെ തന്നെ വിജിലൻസ് തള്ളിയിരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ഏറ്റവും ഒടുവിൽ മാത്യു കുഴൽനാടൻ നിലപാടെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസപ്പടിക്ക് ആധാരമായ രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായും കോടതി ചോദിച്ചത് KMML-ഉം CMR-ലും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നതിന് എന്ത് തെളിവാണ് കൈവശമുള്ളത്, അതോടൊപ്പം തന്നെ കരിമണൽ കടത്തി എന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ, അത് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ മറവിൽ കരിമണൽ കടത്തിയെന്നാണ്. ഇത് അടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദാംശങ്ങൾ തേടിയത്. ഇത് കഴിഞ്ഞ തവണ ഏറ്റവും നിർണായകമായ ഈ തെളിവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്നാണ് പിന്നീട് കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റിവെച്ചത്, ഈ ഹർജി മാറ്റിവെച്ചത്. മാത്യുവിനോട് കൂടുതൽ ആവശ്യപ്പെട്ടുള്ളത് ഈ ആരോപണത്തിന് അടിസ്ഥാനമായ കാര്യങ്ങളാണ്. അതേസമയം വിജിലൻസ് ആകട്ടെ ഈ മാത്യുവിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ്. റവന്യൂ രേഖകൾ ഹാജരാക്കിയാണ് ഇത്തരത്തിൽ മണൽ കടത്ത് നടന്നിട്ടില്ല എന്ന കാര്യം വിജിലൻസ് സ്ഥാപിക്കുന്നത്. വിജിലൻസ് കോടതിയും ഈ കാര്യത്തിലാണ് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ സമയം വേണമെന്ന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ കഴിഞ്ഞ തവണ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിന് ഈ കേസിൽ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹർജിയിൽ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിന് കൂടുതൽ അനുവദിച്ചത്. ഇന്ന് ഈ കേസിൽ ഒരു അന്തിമ വിധിയാണ് പ്രതീക്ഷിക്കുന്നത്. പാർവതി, ശരി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് വി വിനോദ്. സംസ്ഥാനത്ത്